ഹായ്, ഞങ്ങൾ പോണ്ടിച്ചേരി അനിയത്തീൻ്റെ അടുത്തേക്ക് വന്നതാണ്. ഇന്നലെ നൈറ്റാണ് കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയത്. അപ്പോൾ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ വൃദ്ധാചലം ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ടൈമിൽ അവിടെ നല്ല മഴയാണ്. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. ഇപ്പോൾ സമയം വന്നിട്ട് രാവിലെ 7:35. നല്ല വെയിലുണ്ട്. നമ്മുടെ അവിടുത്തെ ഒരു ഉച്ചയ്ക്കുള്ള ആ വെയിലൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല ചൂടാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ആര്യവേപ്പിൻ്റെ മരങ്ങളായിരിക്കും. തമിഴ്നാട്, പോണ്ടിച്ചേരി ആ ഭാഗങ്ങളിലൊക്കെ. ഇവിടെ ഒരു ചെറിയ കോവിലുണ്ട്. ഇവിടെ അവിടുത്തെ പോലെ ഇവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടല്ലോ. നെല്ല് വിളഞ്ഞു വരുന്നുള്ളൂ. ഇത് ചോളത്തിൻ്റെ പാടാണ്. ചോളപ്പാടല്ല, ചോളം പറിച്ചു. നമ്മളിപ്പോൾ വില്ലുപുരം ജംഗ്ഷൻ എത്താനായി. ഇത് വില്ലുപുരം സബ് സ്റ്റേഷനാണ്. നമ്മൾ വില്ലുപുരം ജംഗ്ഷൻ എത്തി. ഇവിടെ കുറച്ച് നേരം ഡിലേ ഉണ്ടാവും. ഒരു ട്രെയിൻ പാസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ ഇവിടുന്ന് ട്രെയിൻ എടുക്കത്തുള്ളൂ. ഞങ്ങൾ വില്ലുപുരത്ത് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. വേണ്ട, വില്ലുപുരത്ത് നിന്ന് ഇപ്പോൾ ട്രെയിൻ എടുത്തതേ ഉള്ളൂ. എൻജിൻ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മാറ്റി. അപ്പോൾ നേരെ ഞങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെ ഈ പറയും പോലെ ഒത്തിരി ആര്യവേപ്പിൻ്റെ മരങ്ങളും ക്ഷേത്രങ്ങളും കോവിലുകൾ, കുഞ്ഞു കുഞ്ഞു കോവിലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളങ്ങനെ പുതുച്ചേരിയിലെത്തി. പോണ്ടിച്ചേരി ട്രെയിൻ കുറേ സ്ഥലത്ത് പിടിച്ചിട്ടുണ്ട്. ഒത്തിരി ഡിലേ ആയി. 10:15. ഇപ്പോൾ രാവിലെ 10:15 എത്തിയത്. ശരിക്കും ഒരു 12 മണിക്കൂറൊക്കെ യാത്രയുള്ളൂ. കുറേ സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചിടുന്നതുകൊണ്ട് ഈ ടൈം ആകും. രാത്രി 8:10 എടുത്തിട്ട് 10:15 ഇവിടെ എത്തുമ്പോൾ. പമ്പം ചൂടാണ് കേട്ടോ. നമ്മുടെ വയനാട്ടിൽ നിന്ന് തണുത്ത് വന്നു. നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ. ഭയങ്കര ചൂട്. പോണ്ടിച്ചേരിയിൽ ആളിറങ്ങാനൊക്കെ വളരെ കുറവായിരിക്കും. വില്ലുപുരത്താണ് കൂടുതൽ ആളുകൾ ഇറങ്ങുക. സ്റ്റുഡൻസും ജോലിക്കാരും ഒക്കെ ആയിട്ട്.